ഒരു യാത്ര പോലും പറയാതെ ഞാനിങ്ങനെ ഇറങ്ങിപ്പോന്നു. അതിനൊരു കാരണമുണ്ട്. കാരണം എന്തായാലും അത് മോൾക്ക് എന്നോട് പറയാലോ. പറ മോളെ. ഞാൻ മുമ്പൊരിക്കലും നിങ്ങൾ രണ്ടുപേരോടും പറഞ്ഞതാ, എന്നെ കാണുന്ന ആൾക്കാര് ശ്യാമ മാഡത്തിനെ പോലെയാണെന്ന് പറയുന്നു. അതിൽ തന്നെ കുറെ ആളുകള് ശ്യാമ മാഡത്തിന്റെ മകളാണോ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. എനിക്കത് കൂടുതൽ കൂടുതൽ കേൾക്കുമ്പോഴും പേടിയാ. പിന്നെ ഞാൻ പ്രാർത്ഥിക്കും, ശ്യാമ മാഡം ഒരിക്കലും എന്നെ പ്രസവിച്ച അമ്മയാവരുതെന്ന്. അതെന്തുപറ്റി? സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചൊരമ്മ എത്ര വലിയ ആളായാലും അവരെനിക്ക് വെറുപ്പാ. വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് തിരിഞ്ഞൊന്നും നോക്കാതെ പോയി. പിന്നെ ഏതെങ്കിലും ഒരാള് അതിനെ കണ്ടെത്തി ജീവനും ജീവിതവും കൊടുത്ത് വലിയ കുഴപ്പമില്ലാത്തൊരവസ്ഥയിലാവുമ്പോ അതിനെ തേടി വരിക, നീ എന്റേതാന്നൊക്കെ പറയാ. ഇതൊക്കെ എന്ത് നാണക്കേടമാണ്. മോളെ, ഒരമ്മയ്ക്കും സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിയണമെന്ന് ആഗ്രഹം കാണില്ലല്ലോ. നിന്റെ അമ്മ നിന്നെ വലിച്ചെറിഞ്ഞതിന് അങ്ങനെ വ്യക്തമായ ഒരു കാരണം ഉണ്ടെങ്കിലോ? അമൃത മാഡത്തിന്റെ മകളും കൂടി ഒരു സ്ഥലത്തേക്ക് പോകുന്നെന്ന് വിചാരിക്കുക. അവിടെ ഒരു വലിയ പ്രശ്നമായി. അമൃത മാഡം സ്വന്തം കുഞ്ഞിനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ മാഡം വിട്ടുകൊടുക്കോ? അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യില്ലേ? വേണമെങ്കിൽ ചാവില്ലേ? ഇതൊന്നും എന്റെ അമ്മ ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അവരെ വെറുപ്പ് തന്നെയാ. എനിക്ക് യശോദാമ്മയുടെയും പിതാ മാഡത്തിന്റെ ഒക്കെ സ്നേഹമുണ്ട്. എനിക്കെന്റെ തലമുറകൾക്ക് തണലായിട്ട് നിങ്ങൾ മാത്രം മതി.